38 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നഗരത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും പാലക്കാട് നഗരം കാണാൻ പോകുന്നത്? പുലി ഇറങ്ങി എന്ന് പറയുന്നതോടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങിയത്. അപ്പോൾ നമ്മൾ വേണ്ട പാലക്കാട്ടുകാരെ ജാഗ്രത, ഇതാ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറങ്ങി ജനങ്ങൾക്കിടയിലൂടെ ഇതാ കടന്നു വരുന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വെല്ലുവിളിച്ചുകൊണ്ട് കോൺഗ്രസിലെ യാഥാസ്ഥിതിക നേതാക്കന്മാരെയെല്ലാം വൃദ്ധ നേതൃത്വത്തെയെല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് പാലക്കാടിൻ്റെ മണ്ണിലൂടെ കരിമ്പനകളുടെ നാട്ടിലൂടെ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ സഞ്ചരിക്കുന്നു. കൊടിവെച്ച കാറിൽ സഞ്ചരിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങളും ആശീർവാദങ്ങളും ഏകിക്കൊണ്ട് അദ്ദേഹം മുന്നോട്ട് അദ്ദേഹത്തിൻ്റെ വാഹനം സഞ്ചരിക്കുകയാണ്. ഇതിന് തൊട്ടു പിന്നാലെ കടന്നു വരിക. മുന്നറിയിപ്പാണ് ഇതൊരു ജാഗ്രത. പാലക്കാട്ടുകാരെ ജാഗ്രത. യുവ പീഡകനായിട്ടുള്ള യൂത്ത് ബ്രിഗേഡിൻ്റെ നേതാവുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ പറയുന്നത് ഒരു പരാതി ഉണ്ടോ എന്നാണ്. ഒറ്റ പരാതിയില്ല, വാസ്തവമാണത്. ഇയാളെ വെറുതെ പീഡിപ്പിക്കുകയാണെന്ന് എനിക്ക് ഏതോ പെൺകുട്ടി ഏതോ ഒരു ഓഡിയോ കേൾപ്പിച്ച് ക്ലിപ്പിൻ്റെ പുറകെ എല്ലാം അന്വേഷണം പോലീസും കൂടെ നടത്തിക്കൊണ്ടിരിക്കുക. ഗർഭഛിദ്രത്തിൻ്റെ കാര്യങ്ങൾ. ഗർഭഛിദ്രം ഒരു അംഗീകൃതമായിട്ട് പലരും ചെയ്യാറുള്ളൊരു കാര്യവുമാണത്. ഗർഭഛിദ്രം എന്ന് പറയുന്നത് അനുവദിച്ചിട്ടുണ്ടോ ഒരു സാറ് അത് പറയുമ്പോഴും ആ ഓഡിയോയെ കുറിച്ച് അയാൾ എതിർത്ത് പറഞ്ഞിട്ടില്ല. തൻ്റെ വോയിസ് അദ്ദേഹം എന്താ ചെയ്യുന്നത്, അതിലെ നിർബന്ധിച്ച് അത് ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ഞാൻ പോകുന്നു, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ആ പെൺകുട്ടിയുടെ ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഡിസ്കഷനാണ് ഇത്. അതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഞാനിത് ചെയ്ത് കളയുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അതിൽ നമ്മളത് അനലൈസ് ചെയ്യണം. ഇങ്ങനെയുള്ള സംഭാഷണം ഭീഷണിയുണ്ട്, ഗുളിക കഴിക്കണമെന്ന ഭീഷണി പറയുന്നുണ്ട്. ഗുളിക കഴിക്കണം എന്ന് പറഞ്ഞാൽ അത് മരുന്നാണ്. ഡോക്ടറെ കണ്ട് ഡോക്ടർ തരുന്ന മരുന്നാണ്. അതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ കണ്ടിട്ടില്ലേ അമ്മായിയമ്മമാരെങ്ങനെ ഗർഭഛിദ്രം നടത്തുന്നത്? ഓട്ടോറിക്ഷയിൽ ഗർഭിണിയായിട്ട് പെണ്ണുങ്ങളെയും കൊണ്ടുപോകുന്നതൊന്നും അല്ല, കാണുന്നില്ലേ നമ്മൾ സീരിയലുകളിൽ? അതിനെന്താ ആരെയാണ് ശിക്ഷിച്ചിട്ടുള്ളത്? നമ്മുടെ ഈ പൈങ്കളി സീരിയലുകളിൽ നല്ല കട്ട റോഡിൽ കൂടെ ഓട്ടോറിക്ഷക്കാരനെ ചട്ടം കെട്ടിയിട്ട് കുലുക്കി അതിനേക്കാൾ ക്രൂരമൊന്നും അല്ല ഇയാൾ പറഞ്ഞത്. നമ്മുടെ സംസ്കാരം അതാക്കി മാറ്റിയിരിക്കുന്ന ഈ സീരിയലുകളെന്നേ. ഇത് എത്രയിടത്ത് നടക്കുന്നു? രാഹുൽ മാങ്കൂട്ട സീരിയൽ കണ്ടില്ല അല്ല, ഞാൻ പറഞ്ഞ ഇദ്ദേഹം മോർ സിൻഡ് എഗൻസ്റ്റ് ദാൻ സിൻഡ്, അതേ പറയുന്നുള്ളൂ. സിന്നല്ലെന്നാണ് ഞാൻ പറയുന്നത്. ഇത്തരം അവിഹിത വീഴ്ചകൾക്കെല്ലാം ഞാനെതിരാണ്. സമൂഹത്തിനൊരു സംസ്കാരം വേണം, ഒരു ചിട്ട വേണം. അല്ലെങ്കിൽ നമ്മുടെ ഈ ജീവിതങ്ങളെല്ലാം താളപ്പുഴകളായിട്ട് വരും. നമ്മുടെ മക്കൾ ഇതുപോലുള്ള സംഭവങ്ങളിൽ പെട്ട് കഴിയുമ്പോഴേ, അല്ലെങ്കിൽ നമ്മുടെ പെൺമക്കൾക്ക് ഇതുപോലുള്ള ചതി പറ്റി കഴിയുമ്പോഴേ നമ്മൾ അറിയും. ഇതിനെല്ലാം ഒരു ഓർഡർ, വ്യവസ്ഥിതി വേണമെന്നുള്ള, അവ്യവസ്ഥിതി പാടില്ല എന്നുള്ള ഒരു വിചാരക്കാരനാണ് ഞാൻ. അതുപോലെ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കരുതെന്നും അവിടെ ഒരു അവ്യവസ്ഥിതി ഉണ്ടാവുകയാണ്. 2 ഭാര്യമാരിലും കുട്ടികളുണ്ടാവുകയാണ്. അവർ കലഹം ഉണ്ടാവും. നമ്മുടെ മഹാഭാരത യുദ്ധത്തിൻ്റെ കാരണം വരെ അത് തന്നെയല്ലേ? അതല്ലേ വലിയൊരു യുദ്ധത്തിന് എത്ര ശവങ്ങളാണ് അവിടെ വീണത് കുരുക്ഷേത്രത്തിൻ്റെ മണ്ണിൽ. അപ്പോൾ അതൊന്നും എല്ലാം അവ്യവസ്ഥിതിയാണ്. അപ്പോൾ വ്യവസ്ഥിത, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കല്യാണം കഴിക്കുക, ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കിട്ടിയില്ലെങ്കിൽ അടുത്ത ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ, അല്ലെങ്കിൽ കഷ്ടപ്പെട്ടങ്ങ് ഇഷ്ടപ്പെടുക എന്ന് പറയുന്ന ആ രീതിയിലേക്ക് നമ്മൾ പോകണം. ഇതൊക്കെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ തൊക്കിൻ്റെ ചുളിവ് വന്നു കഴിയുമ്പോൾ ഇതെല്ലാം അങ്ങ് മാറും. ഇതൊക്കെ അതിവേഗം വളർന്നൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടം. തീർച്ചയായും. അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് എത്തിയപ്പോഴും ജനങ്ങൾ അംഗീകരിച്ചു. ആ അംഗീകാരം, ചെറുപ്രായത്തിൽ കിട്ടിയ അംഗീകാരം ഇനി ജനങ്ങൾ പിന്തുടരുമോ? കാരണം ഒരു അകലം വന്നില്ല ജനങ്ങളും രാഹുൽ മാങ്കൂട്ടവുമായി. പക്ഷേ ഇദ്ദേഹം ഒരു ആവേശമാണ്, ഇപ്പോഴും ആവേശമാണ്. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ പാർട്ടി തിരസ്കരിച്ച ഒരാളെ ഏറ്റെടുക്കാൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ ആൾക്കാരുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഒരു ആവേശ ദീപമായിട്ട് ഇപ്പോഴും കെടാത്ത പന്തമായിട്ട് അദ്ദേഹം നിൽപ്പുണ്ട്. പക്ഷേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ആവേശം കണ്ടുകൊണ്ട് വീണ്ടും ഈ അനവസരത്തിലുള്ള അബദ്ധസഞ്ചാരത്തിലേക്ക് പോകരുത്. രാഹുൽ ഗാന്ധിയെ അനുകരിക്കാതിരിക്കുക. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടായിരിക്കാം ഇദ്ദേഹം ഈ അബദ്ധസഞ്ചാരങ്ങൾക്ക് പോയത്. നമുക്കറിയില്ല. അതിന് സ്ത്രീകൾ പ്രലോഭിപ്പിച്ചിട്ടാണോ എന്നും നമുക്കറിയത്തില്ല. യുവതികൾ, സുന്ദരനായ ഒരു യുവാവ്, അതുപോലെ തന്നെ ഗ്ലാമറുള്ള യുവാവ്, ഭാവി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ വരെ സാധ്യത ഒരാൾ ചൂണ്ട മുമ്പേ എറിഞ്ഞു കാണുമെന്നും പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. നമുക്കിതിൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. ഞാനിത് ആരെപ്പറ്റി ആരോപിക്കുകയല്ല ഞാൻ ഈ ചെയ്യുന്നത്. അതെന്താണ് ഈ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയത് 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾ, യുവതികൾ ഇദ്ദേഹത്തിൻ്റെ ഇരയായെന്നാണ്. എൻ്റെ ശ്രീജിത്ത് എന്നോട് ഇവിടുത്തെ സുന്ദരനായ ഒരു അവതാരകൻ, പേരെന്നോട് ചോദിക്കല്ലേ, എവിടുത്തെ ആണെന്ന് ചോദിക്കല്ലേ, എന്നോട് പറഞ്ഞ കാര്യം ഇയാൾ വീമ്പിളക്കിയതാണോ എന്ന് എനിക്കത് ഞാൻ കണ്ടിട്ടുമില്ല. പല മധ്യവയസ്കരായിട്ടുള്ള ആൾക്കാരും അദ്ദേഹത്തെ സമീപിക്കുകയും
അദ്ദേഹവുമായിട്ടുള്ള ബന്ധത്തിന് സ്വമേധയാ സമ്മതിക്കും. ഇദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെടുന്ന ആളല്ല, ചെയ്തിട്ടുണ്ട്. അങ്ങനെ സുമുഖനും സുന്ദരവും യുവാവുമായിട്ടുള്ള ആൾക്കാരെ തേടിയെത്തുന്ന ഇവരിൽ നമ്മുടെ ആ പഴയ യാഥാസ്ഥിതികത്വം അന്നത്തെ കാലത്ത് സംഭവിച്ചിട്ടില്ലേ? ഇത്തരം സംഭവങ്ങൾ എത്ര ഉണ്ടായിട്ടുണ്ട് ക്ലാസ്സിൽ. ഇപ്പോൾ നമ്മുടെ കയർ നോവൽ എടുത്ത് വായിച്ചു നോക്കൂ. അത് കയർ നോവൽ എടുത്ത് വായിച്ചു നോക്കൂ. അന്നത്തെ കാലഘട്ടത്തിലും ഇതൊക്കെ നടന്നിട്ടുണ്ട്. അധികാര സ്ഥാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിഹിതമായ വേഴ്ചകളിൽ ഏർപ്പെട്ടിട്ടുള്ള അന്ത്രപ്പേർമാരും അങ്ങനെയുള്ള ആൾക്കാരും ഒക്കെ ധാരാളമായിട്ടുണ്ട്. ആ തഹസീൽദാരുടെ സ്ഥാനം അലങ്കരിച്ചിരുന്ന ആൾക്കാരും ക്ലാസിക് പേര് അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ എന്തെല്ലാം ഇത്തരം പോരുകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഒരുപാടുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ബന്ധം, അത് നമ്മൾ സ്വകാര്യമായിട്ടൊരു ബന്ധമായിട്ട് മാത്രം ഇതിനെ കാണണം. അവർ തമ്മിലുള്ള സ്വകാര്യ പ്രശ്നം അത് പൊതുതലങ്ങളിലേക്ക് കൊണ്ടുവന്ന് അതുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഒക്കെ നടക്കുമ്പോഴാണ് പ്രശ്നം. ഒരു പീഡനമൊക്കെ ഈ പറഞ്ഞ പോലെ ഇതുവരെ പോലീസിനെ നമുക്ക് ഫ്രെയിം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വന്നിട്ടുണ്ടോ? അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പക്ഷേ ജനകീയ കോടതി ഉണ്ടല്ലോ, ആ ജനകീയ കോടതിക്ക് മുന്നിൽ, സ്ത്രീകൾക്ക് മുന്നിൽ, കുട്ടികൾക്ക് മുന്നിൽ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്ഥാനം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ബന്ധങ്ങളിൽ നിങ്ങളിൽ കോൺഗ്രസ്സുകാരെയാണ് ഇദ്ദേഹത്തെ ഇനി വീട്ടിൽ കയറ്റാമെന്ന് മടിക്കില്ല. ഞാൻ പറയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയുക എന്നുള്ളതാണ്. സുമുഖ സുന്ദരന്മാരും നേതാക്കളുമായിട്ട് നടക്കുന്ന പലർക്കും ഇതുപോലുള്ള ബന്ധങ്ങളില്ലേ? സ്ത്രീകളുടെ ദാക്ഷിണ്യം കൊണ്ടല്ലേ അവർ അപമാനിതരാവാതിരിക്കുന്നത്? മാധ്യമ പ്രവർത്തകർക്കിടയിലില്ലേ കുടുംബ ബന്ധങ്ങൾ തന്നെ വിച്ഛേദിപ്പിക്കുന്ന, വിവാഹമോചനത്തിലേക്ക് വരെ എത്തിയ ബന്ധങ്ങളില്ലേ? ചിലരൊക്കെ പുറത്തു പോയിട്ടുണ്ട്, അവരുടെ പത്രം ഓഫീസ് പുറത്താക്കിയിട്ടുണ്ട്. അല്ലാത്ത പലരും ഈ ബന്ധങ്ങളിൽ ഏർപ്പെട്ട് കുടുംബം തൊലച്ചു കഴിഞ്ഞിട്ട് വലിയ പുരസ്കാരങ്ങളും സംസ്ഥാന പുരസ്കാരങ്ങളും വാങ്ങിച്ചുകൊണ്ടും മിടുക്കന്മാരായിട്ടിരിക്കുന്നില്ലേ? പലരും ഒരു ചാനലിൽ ഇതുപോലെയുള്ള ദുർമാർഗത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട് മറ്റു ചാനലിൽ പോയിരുന്ന് വിലസുന്നവരില്ലേ? അവരുടെ പേരെടുത്ത് പറയുക എന്ന് പറഞ്ഞാൽ ഗോസിപ്പ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രേപ്പ് വൺ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ ഡീപ്പ് ത്രോട്ട് ന്യൂസ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മുടെ ശ്രമം. അവരുടെ സ്വകാര്യ കാര്യം. അങ്ങനെയുള്ളവർ പ്രശോഭിക്കുന്ന മാധ്യമ ലോകമാണ്. രാഷ്ട്രീയ ലോകവും അങ്ങനെ തന്നെയാണ്. പലർക്കും ഉണ്ട് ഈ ബന്ധം. നോക്കൂ, കേരളത്തിൽ നടന്ന ഒരു സ്റ്റഡിയിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യയുമായിട്ട് മാത്രം ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്ന എത്ര പേരുണ്ട്? 0.00%. ഓരോരുത്തരുടെയും കണക്കുകൾ കേട്ടാൽ ശ്രീജിത്ത് ഞെട്ടിപ്പോവും. 14 സ്ത്രീകളുമായിട്ട് വരെ ബന്ധമുള്ള ആൾക്കാരുണ്ട്. 14 സ്ത്രീകൾ. ഇത് ഔദ്യോഗികമായിട്ട് വന്ന ഒരു കണക്കാണിത്. ഇതിന് കണക്കെടുക്കാൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഒരു ഡേറ്റ എടുക്കുന്ന സ്ഥാപനമൊന്നുമില്ല. ഇത് ഒരു സർവേയിൽ ഡോക്ടർമാർ ചോദിച്ചപ്പോൾ കിട്ടിയ വിവരങ്ങളാണ്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണിത്. ബന്ധത്തിലേർപ്പെട്ടിരിക്കുന്നവരുടെ എണ്ണം. അങ്ങനെ നമ്മുടേതൊരു ലിബറൽ സമൂഹമായി മാറിക്കഴിയുമ്പോൾ അതുണ്ടാവുന്നുണ്ട്. രാഷ്ട്രീയക്കാരൻ ആ വഴിക്ക് പോകാൻ പാടില്ല. ആ ലിബറൽ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ഏറ്റെടുക്കാൻ പാടില്ല. കാരണം പാലക്കാട്ടെ യുവാക്കന്മാരുടെ മാത്രമല്ല, പ്രായമായിരിക്കുന്ന യാഥാസ്ഥിതികരായിട്ടുള്ള ലിബറൽ സങ്കല്പങ്ങളില്ലാത്ത കൺസർവേറ്റീവായിട്ടുള്ള ആളുകളുടെ കൂടി പ്രതിനിധിയാണ്. അതുപോലെ തന്നെ മാതൃകയാകേണ്ട വ്യക്തിയാണ്. അവിടെയാണ് അദ്ദേഹത്തിന് തെറ്റുപറ്റിയത്. ആ തെറ്റ് ഗുരുതരമായ തെറ്റാണ്. ചെറുപ്പക്കാരനാണ്, പ്രായം കുറവാണ്. ഇനി ആ തെറ്റ് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമാണ്. പി.ടി. ചാക്കോയ്ക്ക് സംഭവിച്ചതുപോലെ അദ്ദേഹത്തിന് പി.ടി. ചാക്കോയ്ക്ക് അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്നാഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. കേരള രാഷ്ട്രീയത്തിൻ്റെ ആ ചിത്രം തന്നെ മാറിപ്പോകുമായിരുന്നു അദ്ദേഹം കുറേ കാലം കൂടി ജീവിച്ചിരുന്നെങ്കിൽ. ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാവാൻ പറ്റുമായിരുന്ന ആളാണ്. ആ ഒരു കാര്യം ഇദ്ദേഹത്തിന് വരെ തെറ്റുണ്ടെങ്കിൽ അത് മാപ്പ് പറയാനുള്ള തൻ്റെ ഇടവും ധൈര്യവും കാണിക്കണം. ഒഴിഞ്ഞു മാറുകയല്ല ചെയ്യരുത്. അതിനുള്ള ധാർമ്മിക ധീരത കൂടി ഉണ്ടെങ്കിൽ രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് വീണ്ടും ഒരു താരോദയമാകുവാൻ കഴിയും. ഞാൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലോ രാഷ്ട്രീയത്തിലോ ഒന്നും വിശ്വസിക്കുന്ന ആളല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.